അതെ, അതുകൊണ്ട് മാത്രമാണ് ഇത് ചർച്ച ചെയ്യപ്പെടാതെ പോയത്. കൊന്നവൻ ഒരു സെലിബ്രിറ്റിയും മരണപ്പെട്ടവൻ സാധാരണക്കാരനായ കൂലിപ്പണിക്കാരനായ ലോട്ടറി കച്ചവടക്കാരനായ ഒരു തമിഴനായതുകൊണ്ട് മാത്രം വേണ്ടത്ര ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരധ്യായം. ഇപ്പോൾ എവിടെയാണ് സിദ്ധാർത്ഥ് പ്രഭു എന്ന സെലിബ്രിറ്റി? ഒളിവിലായിരിക്കും അല്ലേ? അതങ്ങനെയാണല്ലോ. ബന്ധപ്പെട്ടവരെല്ലാം കേസ് ഒതുക്കി തീർക്കാനുള്ള തത്രപ്പാടിലുമായിരിക്കും. പണവും സ്വാധീനമുള്ളവർക്ക് അത് എളുപ്പവുമാണ്. ജീവൻ പൊലിഞ്ഞു പോയത് ഒരു സാധാരണക്കാരനാണ്. നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനാണ്. പണമുള്ളവർക്ക് അതെല്ലാം ഒതുക്കി തീർക്കാൻ എളുപ്പമാണ്. കുറച്ച് പണം കൊടുത്ത് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ നിശബ്ദരാക്കാൻ അവർക്ക് സാധിക്കും. അവർക്കതിനുള്ള ആൾബലവുമുണ്ട്. ലഹരി തകർത്തത് ഒരു കുടുംബനാഥനെയാണ് എന്ന് സമൂഹം ഞെട്ടലോടെ തിരിച്ചറിയേണ്ട ഒരു സമയമാണ്. തകർത്തത് ലഹരിയാണ്. അത് തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നതോ, ഇതെല്ലാം വളരെ നിസാരവൽക്കരിച്ച് മറ്റു വിഷയങ്ങളുടെ പുറകെ പോയി അത് ചർച്ച ചെയ്ത് ഇതൊന്നുമല്ലാതാക്കി കളയുന്ന ഒരു പ്രവണത. അത് സമൂഹം ഈ പണക്കാർക്കും സെലിബ്രിറ്റികൾക്കും അനുവദിച്ചു കൊടുക്കുന്ന വലിയൊരു പരിഗണനയാണ്. എന്നാൽ ഒന്ന് ഓർക്കുക, ഇത്തരം പരിഗണനകൾ അവർക്കുള്ള പ്രോത്സാഹനങ്ങളാണ്. ലഹരി ഉപയോഗിക്കാമെന്നും അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ സമൂഹം വേണ്ടത്ര പരിഗണിക്കില്ല എന്നും അതെല്ലാം നമുക്ക് പരിഹരിക്കാവുന്ന വിഷയമാണ് എന്നും അതിന് കുറച്ച് പണം മാത്രം മതി എന്നും സമൂഹത്തിന്, പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന വലിയൊരു സന്ദേശം കൂടിയാണ് ഈ അപകടകരമായ സന്ദേശം എന്ന് സമൂഹം തിരിച്ചറിയണം. ഇത്തരം കേസുകളുണ്ടാകുമ്പോൾ ഒളിച്ചു നിൽക്കാനുള്ള അവസരമുണ്ടാക്കാതെ, ഒളിച്ചു നിൽക്കാതെ അതിന് എന്താണോ പ്രായശ്ചിത്തമായി ചെയ്യേണ്ടത് അത് ചെയ്യുക. നിയമപരമായ എല്ലാ ഘട്ടങ്ങളും നേരിടാനായിട്ട് തയ്യാറാവുക. മേലിൽ ഇതെല്ലാം നമ്മൾ അവസാനിപ്പിക്കേണ്ടതാണ് എന്നും ഒരിക്കലും തുടർന്നു പോകേണ്ടതല്ല എന്നും പുതിയ തലമുറയ്ക്ക് സന്ദേശം പകർന്നു കൊടുക്കാൻ ഇത്തരം സെലിബ്രിറ്റികളും അവർക്ക് കുടപിടിക്കുന്നവരും മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് എനിക്ക് ഉറക്കെ പറയാനുള്ളത്.